ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. പപ്പ, എനിക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്കും വാങ്ങണം. നല്ല മാർക്ക് വാങ്ങിയ പപ്പ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാം കേട്ടോ. മാർക്കൊക്കെ വാങ്ങാം. ഞാനൊരു കാര്യം പറഞ്ഞ പപ്പ അത് ചെയ്യുവോ? മോൻ പറ, മോൻ പറഞ്ഞാൽ പപ്പ അത് ചെയ്യാതിരിക്കുമോ? ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കണം. പപ്പയും മമ്മിയും ശരംകുട്ടനും എല്ലാവരും പള്ളിയിൽ പോയി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിക്കണം. മോനെ, പപ്പയ്ക്ക് ഫ്രീ ആവാൻ പറ്റുമെന്ന് നോക്കട്ടെ. വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് വല്ലതും ഉണ്ടെങ്കിൽ പപ്പയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. എന്നാലും പപ്പ നോക്കാം കേട്ടോ. പപ്പയല്ല പറഞ്ഞേ ഞാൻ പറയുന്ന എല്ലാം കേൾക്കുമെന്ന്. കഴിഞ്ഞ ക്രിസ്മസിന് അപ്പ ഇതുപോലെ പറഞ്ഞിട്ട് വന്നില്ല. പപ്പ എന്തൊന്നും പറയാത്തത്? ഈ ക്രിസ്മസിന് അപ്പ എന്തായാലും വരണം, അല്ലെങ്കിൽ എന്നോട് മിണ്ടണ്ട. ശരംകുട്ടാ, വാ വേഗം വന്ന് ഭക്ഷണം കഴിച്ചേ. ഇപ്പൊ വരാം മമ്മി. കഴിക്കും. വേഗം കഴിക്കും മോനെ. മമ്മി എനിക്ക് മതി. വേഗം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. വാ, മമ്മി വാരിത്തരാം. മമ്മി എനിക്ക് വയറ് ഫുള്ളായി. മോനെ, കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കണം കേട്ടോ. എന്നിട്ട് കിടന്നുറങ്ങണം. പപ്പയ്ക്ക് കുറച്ച് വർക്കുണ്ട്, അത് തീർത്തോട്ടെ. ഓക്കെ. വാ മോനെ, മമ്മിക്ക് നാളെ മോർണിംഗ് ഷിഫ്റ്റാണ്. കിടക്കാം. മമ്മി. എന്താടാ? മമ്മി. എന്താടാ? പപ്പയും മമ്മി എന്താ മിണ്ടാത്തെ? ഇതാണ് നിനക്ക് ചോദിക്കാനുള്ളത്? കുരിശ് വരച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കി ചേർക്കാം.
ഷാരോൺ, നീ അമ്മോട് വരണ്ടെങ്കിൽ വരാൻ പറ. പപ്പയ്ക്ക് ഓഫീസിൽ കയറേണ്ട സമയമായി. മമ്മി വേഗം വാ, പപ്പ വെയിറ്റ് ചെയ്യുവാ. പപ്പ ഞാൻ ഇന്നലെ പറഞ്ഞ ആ കാര്യം നോക്കാം മോനെ, നീ ഇപ്പോൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഹലോ സാറേ തരായോ? ആ, ഞാൻ വന്നോണ്ടിരിക്കുക. സാറേ നമ്മുടെ ക്ലയൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ അവരെ സാറിൻ്റെ ക്യാബിനിലേക്ക് എടുത്തിട്ടെ. ആ, താരൊരു കാര്യം ചെയ്യ്, കോഫിയൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ മാനേജ് ചെയ്യ്. ഞാൻ മോനെ ഒന്ന് സ്കൂളിലാക്കിയിട്ട് വരാം. ആ ഓക്കെ സാർ. ഐ വിൽ ബി ദയർ വിത്തിൻ ഹാഫ് ആൻ അവർ. ഓക്കെ ഓക്കെ ഓക്കെ. എടോ, ക്ലയൻസ് എവിടെ ഇരിക്കുന്നത്? സാറേ ക്യാബിലിരിക്കുന്നു. ഓക്കെ, ഐ വിൽ മാനേജ്. ഓക്കെ. Anyway, thank you, Roy. We will discuss more about this project later. Okay. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. Okay, bye. സാർ ആ, വാടോ. ഇരിക്കി. ആ എന്താ കാര്യം? സാർ, എനിക്ക് ക്രിസ്മസ് കഴിഞ്ഞ് 2 ദിവസത്തെ ഓഫ് വേണമായിരുന്നു. എന്തു പറ്റിയിടോ? വെക്കേഷനൊക്കെ അല്ലേ, മോളും വൈഫൊക്കെ ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് സന്തോഷം. നല്ല കാര്യം. ഫാമിലി ആയിട്ടൊരു ട്രിപ്പൊക്കെ പോണത് നല്ലതാണ്. അതൊരു ഭാഗ്യമാടോ. ഓക്കെ, താൻ പോയി എൻജോയ് ചെയ്തിട്ട് വരൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ആ പേപ്പർ വർക്കൊക്കെ തീർത്തിട്ട് വേണം പോകാൻ. ആ, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൻ്റർ ചെയ്തിട്ട് പോകണം. ആ ഓക്കെ, ശരി. ശരി. എന്താ ഈശോ എൻ്റെ പപ്പയും മമ്മിയും മിണ്ടാത്തെ? ഷാരാങ്കൂട്ടിന് നല്ല വിഷമമുണ്ട്. നാളെ December 1 അല്ലേ? നാളെ മുതൽ ഞാൻ എന്നും 25 ഡേയ്സ് പള്ളിയിൽ പോവും. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ പപ്പയും മമ്മിയും ഒന്നിക്കണം. പ്ലീസ് ഈശോയെ. എന്നാ ഷാരാങ്കുട്ടം പോട്ടെ. ഗുഡ് നൈറ്റ്. ഹലോ, രാവിലെ തന്നെ മോനെ എവിടെ പോയതാ? പപ്പ, ഇന്ന് December 1 അല്ലേ? ഞാൻ എന്നും 25 ഡേയ്സ് പള്ളിയിൽ പോവും. വെരി ഗുഡ്, വെരി ഗുഡ്. പപ്പയ്ക്ക് ഒന്നും ഓർമ്മയില്ലേ? അല്ലെങ്കിൽ തന്നെ നിന്റെ പപ്പയ്ക്ക് എന്താ ഓർമ്മയുള്ളത്? മോനെ, കളിച്ചേക്കാതെ വേഗം വാ, അല്ലേ തന്നെ ലേറ്റ് ആയി. ഗുഡ് ബോയ് ആണ് കേട്ടോ. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. ഓക്കെ, മമ്മി വിളിക്കുന്നുണ്ട്, ചെല്ല്.
മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഐ ആം വെരി ടയേർഡ്. താൻ വേറെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണ്ട കേട്ടോ. ആരെങ്കിലും വരികയാണെങ്കിൽ താൻ തന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്തോരെ. ഓക്കെ സാർ. വല്ല ആവശ്യം വരികയാണെങ്കിൽ ശരി ഓക്കെ. ഹലോ നന്ദു, താനൊന്ന് ഓഫീസ് വരെ ഒന്ന് വന്നേ. സാർ എടോ എനിക്കൊരു വൈറൽ ഫീവറിൻ്റെ ലക്ഷണമുണ്ട്. സാർ ഹോസ്പിറ്റലിലും പോകണം? ഹോസ്പിറ്റലൊന്നും പോകണ്ട. എന്നാൽ ഞാൻ അങ്ങ് ഇറങ്ങുക വീട്ടിലേക്കാ. താൻ എന്നാൽ എൻ്റെ വൈഫിനൊന്ന് വിളിച്ച് പറഞ്ഞേരെ. നമ്പറിലേക്ക് ഉണ്ട് സാർ, വിളിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. പോണ വഴിക്ക് മോനെയും കൂടെ ഒന്ന് പിക്ക് ചെയ്യാൻ പറ. ഹലോ, ഹലോ. വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അതെ മാഡം. ഞാനിവിടെ കുറേ സമയം വെയിറ്റ് ചെയ്യുന്നു. സാർ ഇതുവരെ വന്നിട്ടില്ല. മാഡം സാർ നേരത്തെ വീട്ടിൽ പോയിരുന്നു. അത് പറയാൻ ഞാൻ വിളിച്ചത്. സാർ നല്ല ടയർഡായിരുന്നു. എന്നിട്ട് താൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? മാഡം ഞാൻ പോകാമെന്ന് പറഞ്ഞു, പക്ഷേ സാർ സമ്മതിച്ചില്ല. മാഡത്തിനോട് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പിന്നെ വരുന്ന വഴി മോനെ കൂടി പിക്ക് ചെയ്യാൻ പറഞ്ഞു. ശരി ശരി, ഓക്കെ ശരി. മമ്മി പപ്പ എവിടെയാ? പപ്പ വീട്ടിലാടാ. പപ്പയ്ക്ക് തലവേദന. പപ്പ ആ നിങ്ങളെത്തിയോ? എന്തു പറ്റി? പനിയാണോ? മോൻ്റെ കാര്യം ചെയ്യ്, റൂമിലേക്ക് വെക്കോ. എക്സാം ഒക്കെ അല്ലേ, വെറുതെ പനി പിടിപ്പിക്കണ്ട. ചെല്ല് ചെല്ല് ചെല്ല്. മമ്മി മമ്മി പറയുന്നത് കേക്ക് മോനെ. ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ? ഏയ് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഞാൻ പോയി ഒരു കാപ്പി എടുത്തിട്ട് വരാം. ചുക്കാപ്പി കുടിച്ചിട്ട് കിടന്നോ? എന്തെങ്കിലും കൊണ്ട് വിളിച്ചാൽ മതി. കിടന്നു. അതെ, ഞാൻ മോനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വരാം. നിനക്കൊന്നും ഡ്യൂട്ടിയില്ലേ? ഇല്ല, ഞാനിന്ന് ഓഫാ. ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ഭീഷ്മാചാര്യനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വിട പറഞ്ഞത് ഇന്ന് 14-ാം വർഷമാണ്. ആരോപണങ്ങളെയും പരിഹാസങ്ങളെയും ഒക്കെ കണ്ണിറുക്കി എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കുറവുണ്ട്. ഇതുപോലെ
മറിയം ഇങ്ങോട്ട് ഇരിക്കും. മറ്റൊരു നേതാവില്ല. പുകഴ്ത്തലും കൂടിയ ഇകഴ്ത്തലും ചിന്നത്തെ നേതാക്കൾക്കും ഭരണാധിപന്മാർക്കും മാതൃകയാക്കാവുന്നതാണ്. എടോ, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഇതിപ്പോൾ കുറേ നാളായില്ലേ. നമുക്കൊക്കെ ചെറിയ ലൈഫല്ലേ ഉള്ളൂ. ഇങ്ങനെ പരസ്പരം മിണ്ടാതിരിക്കാൻ എത്ര കാലം പറ്റും? ഇനിയുള്ള കാലം നമുക്ക് സന്തോഷമായി ജീവിച്ചുകൂടെ? എടോ, സോറി. റോയ്, നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കും അറിയില്ല. പക്ഷേ റോയ് എൻ്റെ അടുത്ത് മിണ്ടാതായപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോട്ടേടോ, എല്ലാം നമ്മുടെ ഈഗോ കാരണമാണ്. ഇനി നമ്മുടെ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോട്ടെ.